യോ ഗായ്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ജുജുത്സു കൈസൻ സീസൺ 2-ന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുന്നത് ഗേത്തോയും ഗോജോയും കേസ് യൂസർ ഗ്രൂപ്പുമായി സ്റ്റാർട്ട് ചെയ്ത ഒരു ഫൈറ്റ് കാണിച്ചുകൊണ്ടാണ്. എന്നാൽ ഇവിടെ തുടക്കത്തിൽ തന്നെ ഫൈറ്റ് നടന്നെടുത്ത് വെച്ച് ചായ ഉണ്ടാക്കി കുടിക്കുന്ന ഗേത്തോയാണ് കാണിക്കുന്നത്. അതേസമയം ആ കേസ് യൂസറിനെ ഗേത്തോയുടെ കേസുകൾ ടോർച്ചറും ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ ആ സ്റ്റാർ പ്ലാസ്മ വെസൽ അവിടെ സേഫുമായിരുന്നു. അതിനിടയിൽ ആ കേസ് യൂസർ അയാളെ വെറുതെ വിടാനായി പരമാവധി അപേക്ഷിച്ചിട്ടും വിടുന്നില്ലെന്ന് കണ്ട് അയാൾക്ക് ദേഷ്യം വരുന്നു. ശേഷം അയാൾ, എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും നീ വെറും ഒരു സ്റ്റുഡന്റ് ആണ്. കൂടാതെ ഞങ്ങളുടെ ക്രൂവിലെ സ്ട്രോങ്ങസ്റ്റ് ആയ മിസ്റ്റർ ബെയർ ഇപ്പോൾ നിന്റെ ഫ്രണ്ടിനെ കൊന്ന ശേഷം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് പറഞ്ഞ് ഗേത്തോയെ അയാൾ പേടിപ്പിക്കാൻ നോക്കിയെങ്കിലും ഗേത്തോ തന്റെ ഫോണിലെ ഗോജോ അയച്ച ഫോട്ടോ കാണിച്ചുകൊണ്ട്, ഇതാണോ നീ പറഞ്ഞ മിസ്റ്റർ ബെയർ എന്ന് ചോദിക്കുന്നു. അയാൾ നോക്കിയപ്പോൾ ഗോജോയുടെ അടി കൊണ്ട് പരിപ്പിളകിയ മിസ്റ്റർ ബെയറെ കണ്ട്, അതെ, ഇയാൾ തന്നെയാണ് മിസ്റ്റർ ബെയർ എന്ന് പറയുന്നു. അങ്ങനെ കേസ് യൂസർ ഗ്രൂപ്പ് ക്യൂവിലെ സ്ട്രോങ്ങസ്റ്റ് മെമ്പർ പോയത് ആ ഓർഗനൈസേഷന്റെ അവസാനത്തിന് കാരണമായി. അതേസമയം ഒരു ബോട്ട് റേസിംഗ് നടക്കുന്ന സ്ഥലത്തിരിക്കുന്ന തോജി ഫിഷുഗുരയെ കാണിക്കുന്നു. സ്റ്റാർ പ്ലാസ്മ വെസലിനെ കൊല്ലാമെന്ന് ഏറ്റിരുന്ന അയാൾ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ട് അയാളുടെ ഏജന്റ് അങ്ങോട്ടേക്ക് എത്തുന്നു. തോജി അവിടെ തന്റെ കയ്യിലെ ക്യാഷ് ഉപയോഗിച്ച് ബെറ്റിങ്ങിന് വേണ്ടി വന്നതായിരുന്നു. എന്നാൽ അയാൾ ഏറ്റിരുന്ന കാര്യത്തെക്കുറിച്ച് അയാൾ അന്വേഷിച്ചപ്പോൾ തോജി ഗോജോ അവരുടെ ഫാമിലിയിലെ തന്നെ എൽഡസ്റ്റ് സണ്ണാണ്. അവനെ നല്ലൊരു പ്ലാൻ ഇല്ലാതെ പെട്ടെന്ന് കൊല്ലുവാൻ സാധിക്കില്ല. ആയതിനാൽ തനിക്ക് മുമ്പേ കുറച്ചുപേരെ അയാളോട് ഫൈറ്റ് ചെയ്യാനായി വിട്ടുകൊണ്ട് ഗോജോയെ വീക്ക് ആക്കണമെന്ന് തോജി ആവശ്യപ്പെടുന്നു. എന്നാൽ ആ ഏജന്റ് ആ ബെറ്റിങ്ങിനെ പറ്റി കൂടുതൽ ചോദിക്കുന്നതിന് മുന്നേ തന്നെ അയാൾ ആ ബെറ്റ് തോറ്റുപോകുന്നു. അതുകൊണ്ട് ആ ഏജന്റ് തോജിക്ക് ഇതുവരെയും ഈസിയായി കാശുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. എങ്കിലും കാര്യങ്ങൾ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് അയാൾ പോകാൻ നേരം അയാളുടെ മകനായ മെഗുമയെക്കുറിച്ച് തിരക്കിയപ്പോൾ തോജി കുറച്ചു നേരം ആലോചിച്ച ശേഷം, ആരാണ് ഈ മെഗുമി എന്ന് തിരിച്ചു ചോദിക്കുന്നു. ശേഷം ഗോജോയും ഗേത്തോയും ആ സ്റ്റാർ പ്ലാസ്മ വെസലിന് ഇതുവരെ ബോധം വരാത്തത് കണ്ട് അവർക്ക് ഷോക്കോ പഠിപ്പിച്ചു കൊടുത്തതുപോലെ റിവേഴ്സ്ഡ് കേസ്റ്റ് ടെക്നിക് ട്രൈ ചെയ്യാൻ റെഡിയായി നിന്നപ്പോൾ പെട്ടെന്ന് അവൾ എണീക്കുന്നു. എന്നാൽ ഗോജോ അവളെ എടുത്തു പിടിച്ചിരിക്കുന്നത് കണ്ട് അവൾ അലറിക്കൊണ്ട് ചാടി അയാളെ ഇടിക്കുന്നു. ഗേത്തോ അവളെ സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും അവളുടെ സ്വഭാവം സഹിക്കാൻ വയ്യാതെ അവർ അവളെ തിരിച്ചു ഉപദ്രവിക്കുന്നു. അപ്പോൾ അവളുടെ കെയർ ടേക്കർ ഗേത്തോയുടെ കേസിന്റെ ഹെൽപ്പ് മൂലം അവിടേക്ക് എത്തി അവർ കുഴപ്പക്കാരല്ലെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ശേഷം ഗോജോ ഇങ്ങനത്തെ സ്വഭാവം വെച്ച് ഇവളെ സ്റ്റാർ പ്ലാസ്മ വെസലാക്കുന്നത് കുറച്ച് കടുപ്പമാണെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് ദേഷ്യം വന്ന് അവൾ ആ കേസിന് മുകളിൽ കയറി ഇരുന്നുകൊണ്ട് അതിനെ എതിർക്കുന്നു. ഞാനാണ് തെങ്കൻ സമയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അവൾ വലിയൊരു പ്രസംഗം ഗീച്ചിക്കൊണ്ടിരുന്നപ്പോൾ ഗോജോയും ഗേത്തോയും അതൊന്നും മൈൻഡ് കൂടി ചെയ്യുന്നില്ല. കൂടാതെ അവളെ തിരിച്ച് കളിയാക്കിക്കൊണ്ടുമിരിക്കുന്നു. എന്നാൽ അപ്പോഴാണ് അവൾ പെട്ടെന്ന് സ്കൂളിന്റെ കാര്യം ഓർത്തത്. അവർ പോകണ്ടെന്ന് നിർബന്ധിച്ചെങ്കിലും അവൾ സ്കൂളിലേക്ക് പോകുന്നു. കൂടാതെ മാസ്റ്റർ തെങ്കനും അവളെ അനുകൂലിച്ചാണ് സംസാരിച്ചതെന്ന് ഗോജോയോട് മാസ്റ്റർ മസാമിച്ചി പറയുന്നു. കാരണം ഈ സ്റ്റാർ പ്ലാസ്മ വെസലായ റീക്കോ അമനായുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ കൂടി വേണ്ടിയാണ് മാസ്റ്റർ തെങ്കൻ അവരെ ഏർപ്പാടാക്കിയത്. എന്നാൽ ഗോജോയ്ക്ക് ആ തീരുമാനത്തോട് ഒട്ടും യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഗേത്തോ അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിക്കുന്നു. റീക്കോ ഇനി മാസ്റ്റർ തെങ്കനുമായി മെർജായാൽ അവൾ ഇനി മാസ്റ്റർ തെങ്കനായാണ് ജീവിക്കാൻ പോകുന്നത്. അവളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയും ഒന്നും പിന്നീട് അവൾ കാണില്ല. അങ്ങനെ റിക്കോയുടെ അവസാന നാളുകൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടുന്നതായിരിക്കും നല്ലതെന്ന് അവർ തീരുമാനിക്കുന്നു. അപ്പോൾ അവളുടെ കെയർ ടേക്കർ റിക്കോയുടെ ഫാമിലി അവൾ കുഞ്ഞായിരുന്നപ്പോഴേ ഒരു ആക്സിഡന്റ് മൂലം അവൾക്ക് നഷ്ടപ്പെട്ടുവെന്നും അന്നു മുതൽ താനാണ് അവളെ നോക്കുന്നതെന്നും കുറോയി പറയുന്നു. അപ്പോഴേക്കും ഗേത്തോ അവളെ നോക്കാനായി അയച്ചിരുന്ന 2 കേസുകളെ ആരോ നശിപ്പിച്ചുവെന്ന് കണ്ട് ഗേത്തോയും കൂട്ടരും നേരെ അവളുടെ അടുത്തേക്ക് ഓടുന്നു. പക്ഷെ അത് തോജി അല്ലായിരുന്നു. എന്നാൽ അതിന് കാരണം ആ ഏജന്റ് സ്റ്റാർ പ്ലാസ്മ വെസലിന് മീതെ റിലീസ് ചെയ്ത ഒരു ബൗണ്ടി ആയിരുന്നു. അതേസമയം റീക്കോയെ തപ്പി സ്കൂളിനകത്തേക്ക് ചെല്ലുന്നു. ആ സമയം അവൾക്ക് മ്യൂസിക് ക്ലാസ് ആയിരുന്നു. അങ്ങനെ ഗോജോ ക്ലാസ് നടക്കുന്ന ചാപ്പലിലേക്കും ഗേത്തോ പുതിയതായി വന്ന ആ 2 കേസ് യൂസറിനെ അന്വേഷിച്ചും ചെല്ലുന്നു. പക്ഷെ അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് അവർ വരരുതെന്ന് അവൾ വാണിംഗ് ചെയ്തിരുന്നു. അതേസമയം തോജിയുടെ ഐഡിയ പ്രകാരമാണ് അവളുടെ തലയ്ക്ക് അയാൾ ബൗണ്ടി വെച്ചത്. എന്നാൽ 300 മില്യൺ യെന്നാണ് ടൈം വെസൽ ഗ്രൂപ്പ് ബൗണ്ടിയായി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ബൗണ്ടി ഹണ്ടേഴ്സ് വന്ന് അവളെ കൊന്നാൽ തോജിക്ക് പിന്നെ 5 പൈസ പോലും കിട്ടില്ലെന്ന് അയാളെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഗോജോ അവളുടെ അടുത്തുള്ളിടത്തോളം കാലം അവളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് തോജി പറയുന്നു. എന്നാൽ അവനും ഗോജോയ്ക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ചോദിച്ചത് കേട്ട് തോജി ഒന്ന് ഞെട്ടുന്നു. എന്നിരുന്നാലും അടുത്ത 47 മണിക്കൂറിനുള്ളിൽ ഗോജോയും ബാക്കി ജുജുത്സു സോഴ്സറേഴ്സും ഈ ബൗണ്ടി ഹണ്ടേഴ്സിനോട് ഫൈറ്റ് ചെയ്ത് വീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പോകുന്ന വഴിയെ എതിരെ നിന്ന് വന്ന ആളുടെ ദേഹത്തേക്ക് അറിയാതെ ഒന്ന് തട്ടുന്നു. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് സൂപ്പ് നിലത്തേക്ക് വീണു പോകുന്നു. അയാൾ തിരിച്ച് ദേഷ്യപ്പെടാൻ തുടങ്ങിയെങ്കിലും വെറും ഒരു ഒറ്റ നോട്ടം കൊണ്ട് അയാളെ തോജി ഇല്ലാതാക്കുന്നു. എന്നാൽ അവർ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും തോജി വീണ്ടും വെച്ചിരുന്ന ബെറ്റ് അയാൾ തോറ്റുപോകുന്നു. അങ്ങനെ തോജി ഇനി പണിക്കിറങ്ങിയാലേ പൈസ കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ആ കേസ് യൂസറെ തപ്പി നടക്കുന്ന വഴിയെ ഗേത്തോ പെട്ടെന്ന് അവന് മുമ്പിൽ ഒരു ബൗണ്ടി ഹണ്ടറെ കാണുന്നു. എന്നാൽ ഗേത്തോയ്ക്ക് ആ പ്രായമായ പുള്ളി കേസുകളെ പ്ലേസ് ചെയ്തിരിക്കുന്നത് തന്നെ കണ്ടപ്പോൾ
അയാൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു കേസ് യൂസർ ആണെന്ന് മനസ്സിലാകുന്നു. എന്നാൽ ഗേത്തോയുടെ ടെക്നിക്ക് കേസ്റ്റ് സ്പിരിറ്റ് മാനിപ്പുലേഷൻ ആണെന്ന് കണ്ട് അയാളും ഞെട്ടുന്നു. എന്നാൽ അയാൾ ഇത്രയും നാളത്തെ അയാളുടെ എക്സ്പീരിയൻസ് വെച്ച് ഗേത്തോയ്ക്കെതിരെ ക്ലോസ് കോമ്പാറ്റ് ആണ് എഫക്റ്റീവ് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഗേത്തോ അയാൾ നിന്നിങ്ങനെ ആലോചിക്കുന്നത് കണ്ട് അതൊന്നും ഗുണം ചെയ്യില്ലെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു കേസിനെ തന്നെ അയാൾക്കെതിരെ വിടുന്നു. അങ്ങനെ ഗേത്തോ അയാൾ മരിച്ചെന്ന് കരുതി പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ജനാലയം പൊളിച്ചുകൊണ്ട് അയാൾ ഗേത്തോയെ കൊല്ലാനായി വന്നതും പെട്ടെന്ന് അയാൾ ഒരു പട്ടിക്കുട്ടി അവിടെ കാണുന്നു. അയാൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ അത് ഈ ബൗണ്ടി ഹണ്ടർ പണ്ട് വളർത്തിയിരുന്ന താസ്കി എന്ന പേരുള്ള നായ്ക്കുട്ടിയായിരുന്നു. അതിന് അയാൾക്ക് വളരെ ജീവനായിരുന്നു. അങ്ങനെ അയാൾ അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് അയാൾക്ക് മനസ്സിലായത് ഈ നായ്ക്കുട്ടി മരിച്ചിട്ട് 50 വർഷം കഴിഞ്ഞെന്ന്. അങ്ങനെ അയാളെ ഗേത്തോ ക്രിയേറ്റ് ചെയ്ത് ഇല്യൂഷനിൽ പെടുത്തിയതാണെന്ന് അയാൾക്ക് മനസ്സിലായി. അതേസമയം ഗേത്തോ അയാളെ ഫിസിക്കലി അറ്റാക്ക് ചെയ്തുകൊണ്ട് ബീറ്റ് ചെയ്യുന്നു. ശേഷം ഗേത്തോ, നിങ്ങളുടെ പദ്ധതിയിൽ നിങ്ങൾ വിജയിക്കുമെന്ന് തോന്നിപ്പിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് തോൽപ്പിക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നു. എങ്കിലും അയാൾ ഗ്രൂപ്പ് ക്യൂവിന്റെ ആളാണോ അതോ ടൈം വെസലിന്റെ ആളാണോ എന്ന് ഗേത്തോ സംശയിക്കുന്നു. എന്നാൽ റിക്കോ പഠിക്കുന്ന ചാപ്പലിലേക്ക് കയറിയ ഗോജോയെ കണ്ടപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളെല്ലാം കിടന്നിളകുന്നു. ഗോജോയാണ് ആ അവസരം നന്നായി മുതലെടുക്കുന്നു. എന്നാൽ അവരുടെ ടീച്ചർ ദേഷ്യത്തോടെ പുറത്തു നിന്നുള്ളവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നു. എന്നാൽ പെട്ടെന്ന് ടീച്ചറും തന്റെ നമ്പർ എഴുതി ഗോജോയ്ക്ക് കൊടുക്കുന്നു. എന്നാൽ റിക്കോ ഇതെല്ലാം കണ്ട് അന്തം വിട്ടു നിന്ന് പോകുന്നു. അങ്ങനെ ടീച്ചറും പിള്ളേരും ഗോജോയെ ചൊല്ലി അടിയായതിന്റെ തക്കം നോക്കി അവർ മുങ്ങുന്നു. അങ്ങനെ ഗോജോ അവളെയും എടുത്തുകൊണ്ട് ജുജുത്സു ടെക്കിലേക്ക് പോകുന്നു. എന്നാൽ അതേസമയം രണ്ടാമത്തെ ബൗണ്ടി ഹണ്ടർ അവളെ കാണുന്നു. അയാൾ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങവേ റിക്കോയുടെ കെയർ ടേക്കർ വന്ന് അയാളോട് ഏറ്റുമുട്ടുന്നു. അയാളുടെ സൈസ് കണ്ടൊന്ന് തെറ്റിദ്ധരിച്ചെങ്കിലും അയാളുടെ മണി നോക്കി കൃത്യം അടിച്ചതുകൊണ്ട് ഈസിയായി കുറോയെ അയാളെ ബീറ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും ഗേത്തോയും അവിടെ എത്തുന്നു. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് അപ്രത്യക്ഷനാകുന്നു. കുറോയെ അത് ഷിക്കിഗാമി ആണോ എന്ന് സംശയിച്ചപ്പോൾ ഗേത്തോ അതൊരിക്കലും ഷിക്കിഗാമി അല്ലെന്ന് പറയുന്നു. അപ്പോഴേക്കും ഗോജോ ഗേത്തോയുടെ ഫോണിൽ റിക്കോയെ കൊല്ലാനായി ആരെങ്കിലും ബൗണ്ടി വെച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഗേത്തോ അതൊരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഏതോ ഒരു അണ്ടർഗ്രൗണ്ട് വെബ്സൈറ്റിൽ വെച്ചിരിക്കുന്ന ബൗണ്ടിയാണെന്നും നാളെ 11 മണി വരെയും അത് നിലനിൽക്കുകയുള്ളൂവെന്നും അവൻ വിശദീകരിക്കുന്നു. അങ്ങനെ അവരുടെ ചുറ്റും 5 ക്ലോൺസായി ആ ബൗണ്ടി ഹണ്ടർ മാറി ഗോജോയെ നേരിടാൻ നിൽക്കുന്നു. എങ്കിലും ഗോജോയുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ അവർക്ക് ആർക്കും സാധിക്കുന്നില്ല. അതേസമയം ഗോജോയുടെ ടെക്നിക്ക് അയാൾ ആ ബൗണ്ടി ഹണ്ടർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. അത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ബൗണ്ടി ഹണ്ടർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എങ്കിലും ഗോജോ അയാളെ പുറകെ ചെന്ന് അയാളെ പിടികൂടുന്നു. ശേഷം അയാൾക്കെതിരെ തന്നെ സ്പെഷ്യലായ കേസ് ടെക്നിക് റിവേഴ്സൽ റെഡ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ അത് ചീറ്റി എന്ന് മനസ്സിലാക്കിയ ഗോജോ അയാളെ പഞ്ച് ചെയ്തുകൊണ്ട് ബീറ്റ് ചെയ്യുന്നു. എന്നാൽ കുറോയെ ആരോ പിടിച്ചു എന്ന സംഭവം റീക്കോ ഗോജോയെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് 2 അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ കമന്റ് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയുടെ ഉടനെ വരാം. അതുവരേക്കും ടേക്ക് കെയർ.